നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയാൾക്കാദ്യം ഒരു യമണ്ടൻ ഷോക്ക് കൊടുക്കണം. അവര് ഭാര്യയും ഭർത്താവും ആദ്യം മേഘത്തിന് മുകളിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ. എന്നിട്ട് ഒപ്പിക്കാം. നമുക്ക് നിലവിളക്കും നിറപറയും ഒക്കെ. നീ വാ. വാ. എന്റെ ശിവനെ, എന്താവോ എന്തോ. വെച്ച് കാണാം. ഉദ്ദേശം 45ഉം 25ഉം വയസ്സുള്ള അമ്മയും മകളുമെന്ന് പരിചയപ്പെടുത്തിയ 2 സ്ത്രീകളാണ് കൊലയാളികൾ. മോടിയായി വേഷം ധരിക്കുകയും ഭംഗിയായി സംസാരിക്കുകയും ചെയ്യുന്ന ഇവരെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. കണ്ടെത്തുന്നവർ പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ്. ഇവിടെ ആരുമില്ലേ? ആരാ? ആരാ? രാമചന്ദ്രൻ എവിടെ? നിങ്ങളാരാ? അത് ഞാൻ രാമേന്ദ്രനോട് പറഞ്ഞോളാം. അപ്പൊ ഞാനല്ലേ രാമചന്ദ്രൻ? നിങ്ങൾ എന്താടോ വടി വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? ഓ, ഇവിടുത്തെ കാര്യസ്ഥനായിരിക്കും അല്ലേ? എന്നിട്ടാ ഡ്രോയിങ് റൂമിൽ ഇങ്ങനെ മലർന്നിരുന്നു പത്രം വായിക്കുന്നേ. സുസ്മിതേ, ഒന്ന് നോക്കി വെച്ചോണോ ഇയാളെ? ജോലിക്കാരെ ഒന്നും നമ്മുടെ തലയ്ക്ക് മീതെ പറക്കാൻ അനുവദിക്കരുത്. അത് ഞാൻ ഏറ്റമ്മേ. ഇയാളോട് പറഞ്ഞില്ലേ രാമേന്ദ്രനെ വിളിക്കാൻ? അയാളില്ലെങ്കിൽ അയാളുടെ ഭാര്യ ശശികലയെ വിളിക്ക. ശശികലേ, ജോലിക്കാരന്റെ ധിക്കാരം കണ്ടോ അമ്മേ? വീട്ടുടമസ്ഥ പേരെടുത്ത് വിളിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്. എന്താ രാമേന്ദ്രേട്ടാ? നമ്മുടെ തലയെടുക്കാൻ വന്നവരാടി. എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല. രാമചന്ദ്രൻ എവിടെയെന്ന് അവരെന്നോട് ചോദിക്കുന്നു. ഞാൻ ഇവിടത്തെ ജോലിക്കാരനാന്നാ അവര് കരുതിയിരിക്കുന്നേ. നീ പേടിക്കാതിരിക്കേ. ശശികലയെ വിളിച്ചപ്പോ ഇവരെന്തിനാടി വന്നത്? ശശികല എന്ന് പേരുള്ള ജോലിക്കാരി ആയിരിക്കും അമ്മേ. രാമേന്ദ്രന്റെ ഭാര്യ ചായ എടുക്കാനൊക്കെ നിൽക്കോ? എനിക്കും തോന്നി. എന്താ രാമേന്ദ്രേട്ട ചെയ്യാ? പോലീസിനെ വിളിച്ചാലോ? നീ നിക്ക്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ. നമുക്ക് ജോലിക്കാരായിട്ട് തന്നെ ഭാവിച്ചാ മതി. നീ വാ. എന്താടോ നിന്ന് പൊട്ടം കളിക്കുന്നത്? രാമചന്ദ്രനെയും അയാളുടെ ഭാര്യ ശശികലയും വിളിക്ക. രാമേന്ദ്ര സാറിനെ വിളിക്കാം. പക്ഷേ അതിനു മുമ്പ് കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക. ദേ, ഈ നിൽക്കുന്നത് ആരാന്നറിയോ? ചെറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മേഘമകൻ ജഗദീപ് കുമാർ രജിസ്റ്റർ വിവാഹം കഴിച്ച സുസ്മിത രാജശേഖരൻ. രാമേന്ദ്രേട്ടാ, ഇത് വിഷയം വേറെയാ. അവനെ വിളിക്ക്. രാമേന്ദ്രേട്ടനോ? ഇതെന്താടി? ഇവിടെ സെർവൻസിനെല്ലാം മുതലാളിമാരുടെ പേരായിരിക്കും അമ്മ. ഓ, രാമേന്ദ്രേട്ട വിളിക്കവനെ. ജഗദീപ്, എടാ ജഗദീപ്. ജഗദീപേ, എടാ ജഗദീപേ. ജഗദീപ് പുറത്തല്ലേ? ഇയാളെന്തിനാ മുകളിലോട്ട് നോക്കി വിളിക്കുന്നേ? അതാമ്മ എനിക്ക് മനസ്സിലാവാത്ത.
ജഗദീപേട്ടൻ കുറെ നേരമായിട്ട് നമ്മുടെ കൂടെ അല്ലേ? ജഗദീപേ, ദാ വരുന്നു. എന്താ അച്ഛാ? ജഗദീപിനെ വിളിച്ചപ്പോ ഇവൻ എന്തിനാ വന്നേ? ചിലപ്പോ അസിസ്റ്റന്റ് ആയിരിക്കും അമ്മേ. ആ ഏതാടാ ഈ പെണ്ണ്? എനിക്കറിയില്ല അച്ഛാ. എടാ, ഈ പെണ്ണ് നീ രജിസ്റ്റർ മാരേജ് കഴിച്ചോ? ഞാൻ ഈ പിശാചിനെ കണ്ടിട്ട് പോലുമില്ല അച്ഛാ. നിങ്ങൾ എന്തിനാ അവനെ തല്ലുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് അവളെ എവനാണ് രജിസ്റ്റർ മാരേജ് കഴിച്ചതെന്ന്? അത് ഇവനല്ല, ജഗദീപ് കുമാർ. വന്നേ. ജഗദീപ് എന്ന് പറയുന്നത് ഇവനാ. എടോ, ഈ ജഗദീപിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചിറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മകൻ ജഗദീപിന്റെ കാര്യ. പെണ്ണുപിള്ളേ, ചിറക്കൽ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഞാനാ. ഈ നിൽക്കുന്നത് എന്റെ ഭാര്യ ശശികല. ഇതെന്റെ മകൻ ജഗദീപ്. ദേ, ചുമ്മാ തമാശ പറയരുത്. നിർത്ത്. ഈ കാണുന്നതാണ് നിങ്ങൾ പറയുന്ന ജഗദീപ്? ആ അതെ. ഇവനെ പക്കാ ഫ്രോഡാ. ഇവന്റെ ശരിക്കുള്ള പേരെന്താന്ന് പോലും എനിക്കറിയില്ല. ഗസറ്റ് പരസ്യം കൊടുത്ത് ജഗദീപ് എന്ന് പേര് മാറ്റിയിരിക്കുക. ചിറക്കൽ രാമചന്ദ്രന്റെ മകനാണെന്ന് പറഞ്ഞ് ഇവൻ കാണിച്ച തട്ടിപ്പിനെല്ലാം എവിടെ നിന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടി, ഇങ്ങോട്ടൊന്ന് വന്നേ. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. അമ്മ, അമ്മ വണ്ടി എവിടെ? എവിടെ? എടോ, കാർ എവിടെ? അത് അയാള് കൊണ്ടുപോയി മാഡം. ആര്? ജഗദീപോ? അതെ, അയാള് കൊണ്ടുപോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.